നമസ്കാരം, ഞാൻ ഡോക്ടർ അക്ഷര, ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ കൺസൾട്ടൻ്റാണ്. ഇന്ന് സംസാരിക്കുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചിട്ടാണ്. ഫാറ്റി ലിവർ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വരുന്നു, അതിലെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാമാണ് അതിലെ ഗ്രേഡിങ്, എന്തെല്ലാം കോംപ്ലിക്കേഷനാണ് ഫാറ്റി ലിവറിൽ വരുന്നത്, അതുപോലെ തന്നെ മെഡിസിൻ ഇല്ലാതെ എങ്ങനെ ഫാറ്റി ലിവറിനെ ട്രീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. എന്താണ് ഫാറ്റി ലിവർ? കൊഴുപ്പ് ലിവറിൽ അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. 5% വരെ കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത് അല്ലെങ്കിൽ ലിവറിൽ അടിഞ്ഞു കൂടുന്നത് തികച്ചും നോർമലാണ്. 5%-ൽ മുകളിൽ പോകുമ്പോഴാണ് അത് ഫാറ്റി ലിവറിലോട്ട് മാറുന്നത്. എങ്ങനെയാണ് ലിവറിൻ്റെ സെൽസ് ഡാമേജ് ആവുന്നത്? ഒന്നുകിൽ ആൽക്കഹോളിസം, അല്ലെങ്കിൽ സ്മോക്കിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രോണിക് ഇൽനെസ് വരുമ്പോഴാണ് ലിവറിൻ്റെ സെൽസ് ഡാമേജ് ആവുക. അതുമൂലം ലിവറിൻ്റെ സെൽസിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടും അല്ലെങ്കിൽ ലിവറിൽ അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയുണ്ടാകാം. ഇനി എന്തെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? കൂടുതൽ ആളുകൾക്കും ഇത് അസിംപ്റ്റമാറ്റിക് അല്ലെങ്കിൽ ലക്ഷണങ്ങളില്ലാതെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ലക്ഷണങ്ങളായിരിക്കും കാണിക്കുന്നുണ്ടാവുക. വിശപ്പില്ലായ്മ, ഛർദി, ഒരു കാരണം കൂടാതെ പെട്ടെന്ന് മെലിയുക, എനർജി കുറവ്, ഇതെല്ലാമാണ് ഫാറ്റി ലിവറിൽ ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങൾ. കൂടുതൽ ആളുകളും ഇത് തിരിച്ചറിയുന്നത് നോർമൽ റൂട്ടീൻ ബ്ലഡ് ചെക്കപ്പിലൂടെയാണ്. അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, SGOT, SGPTയുടെ വാല്യൂ കൂടുമ്പോൾ. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് വയറിനകത്ത് വേദന. അതും കൂടുതലായിട്ടും കാണുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. കാരണം ലിവറിൻ്റെ പൊസിഷൻ വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ വേദന വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അസൈറ്റിസ് കാണാം. അസൈറ്റിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ അബ്ഡോമിനിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ബ്ലോട്ടിങ്, നോസിയ പോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നതാണ് ബ്രെത്ത്ലെസ്നെസ്, അതായത് അമിതമായിട്ടുള്ള കിതപ്പ് ഉണ്ടായിരിക്കും. കൂടാതെ അബ്ഡോമിനൽ ബ്ലീഡിങ് ഉണ്ടായിരിക്കും. ഈ അബ്ഡോമിനൽ ബ്ലീഡിങ് ഉണ്ടാവുന്നത് ലിവറിൻ്റെ ഫങ്ഷൻസ്, അതായത് ലിവറിലാണ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സിൻ്റെ സിന്തസിസ് നടക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് നടക്കാതെ പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ അവിടെ കുറയും. അതുകൊണ്ട് എന്തുണ്ടാകും? ബ്ലഡ് കട്ട പിടിക്കാതെ പോകും. അതുകൊണ്ടാണ് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഇവിടെ കാണുന്നത്. അതുപോലെ സ്പൈഡർ ആൻജിയോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് വെയിൻസ് പുറത്തോട്ട് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു കണ്ടീഷനും ഇതിൽ കാണാം. പിന്നെ ലിവറിലാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഫങ്ഷൻ നടക്കുന്നത് ലിവറിലാണ് മെയിനായിട്ടും. അപ്പം ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് തകരാറാവും. ഈ തകരാറ് മൂലം എന്തുണ്ടായിരിക്കും? ടോക്സിൻസിൻ്റെ അളവ് ബ്ലഡിൽ കൂടും. ഇങ്ങനെ ബ്ലഡിൽ ടോക്സിൻസിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് എന്തുണ്ടാക്കും? ബ്രെയിനിനൊക്കെ സിവിയർ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കാനൊക്കെ കാരണങ്ങളാകുന്നുണ്ട്. മെയിനായിട്ടും 2 ടൈപ്പായിട്ടാണ് നമ്മൾ ഫാറ്റി ലിവറിനെ പറയുന്നത്. ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഉണ്ട്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഉണ്ട്. അപ്പോൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് കൂടുതലും നമ്മുടെ ഹാബിറ്റുകൾ കൊണ്ട് തന്നെയാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത്. ആ പേരിൽ തന്നെയുണ്ട് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ആൽക്കഹോൾ, സ്മോക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് വരുന്നത്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എക്സസൈസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. കൂടുതലായും നമ്മൾ ഫാറ്റി ലിവർ നോക്കുന്നത് USG അബ്ഡമൻ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ റിപ്പോർട്ട് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നുള്ള ഒരു റേഷ്യോയിലായിരിക്കും അത് എഴുതി കാണുന്നത്. ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5% മുതൽ 33% വരെയുള്ള കൊഴുപ്പ് ലിവറിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് അത് ഗ്രേഡ് 1 ഫാറ്റി ലിവറായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇത് നമുക്ക് മെഡിസിൻ ഇല്ലാതെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ കുറച്ച് എക്സസൈസ്, അതുപോലെ ഡയറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ സാധിക്കും. പിന്നീട് കാണിക്കുന്നതാണ് ഗ്രേഡ് 2 ലെവൽ, അതായത് 34% മുതൽ 65% വരെ കൊഴുപ്പ് ലിവറിൽ എത്തുമ്പോഴാണ് ഗ്രേഡ് 2 എന്ന അവസ്ഥയിലേക്ക് മാറുന്നത്. ഇതിനെ നമുക്ക് അതുപോലെ തന്നെ ഡയറ്റും മെഡിക്കേഷൻ എന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഗ്രേഡ് 2 നല്ല വേഴ്സൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കേഷൻ ഇല്ലാതെ തന്നെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റും അതുപോലെ തന്നെ ശരീരം നല്ല വിയർത്തിട്ടുള്ള എക്സസൈസുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഗ്രേഡ് 2നെ പൂർണ്ണമായും നീക്കം ചെയ്യാം.
ഇനി ഗ്രേഡ് 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 65%-ലും കൂടുതൽ കൊഴുപ്പ് ലിവറിൽ അടിഞ്ഞു കൂടുകയാണ്. അതാണ് നമ്മളെ കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ കൊണ്ടെത്തിക്കുന്നത്. ഇതിൽ നമ്മൾ നിർബന്ധമായിട്ടും മെഡിക്കേഷൻസും കാര്യങ്ങളും എല്ലാം എടുക്കണം. ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രേഡ് 3 ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി നമ്മൾ ഒഴിവാക്കേണ്ടത് ആഡഡ് ഷുഗേഴ്സ് ആണ്. ആഡഡ് ഷുഗേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര, ശർക്കര, തേൻ പോലുള്ള കാര്യങ്ങൾ. നമുക്കറിയാം തേൻ തികച്ചും നാച്ചുറൽ ആണ്. തേൻ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെയാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. തേൻ കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. കാരണം തികച്ചും നാച്ചുറൽ ആയതുകൊണ്ട് നമുക്കത് എടുക്കാം. പക്ഷേ ഇന്ന് കിട്ടുന്ന തേനിൽ കൂടുതലും ആർട്ടിഫിഷ്യൽ ആയിട്ടായിരിക്കും. അതിലെന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നാച്ചുറൽ ആയിട്ടുള്ളതല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പിന്നീട് പറഞ്ഞത് ട്രാൻസ് ഫാക്റ്റുകളുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം എന്നാണ്. എന്താണ് ട്രാൻസ് ഫാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജങ്ക് ഫുഡ്, അതുപോലെ നമ്മൾ ഈ പൊരിച്ച ഭക്ഷണങ്ങൾ, ഇതിലൊക്കെ ഉണ്ടാകുന്ന ഫാറ്റിനെയാണ് നമ്മൾ ട്രാൻസ് ഫാക്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. നല്ല ഫാറ്റുകൾ ചെറിയ രീതിക്ക് എടുക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നട്ട്സ്, സീഡ്സ്, അതിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്ന ഓയിലുകളില്ലേ, അതിൽ നിന്ന് കിട്ടുന്ന എണ്ണ, അത് നമുക്ക് ചെറിയ രീതി, അത് നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അത് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ചെറിയ അളവിൽ, അതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. മൂന്നാമതായി റെഡ് മീറ്റിൻ്റെ ഉപയോഗം ഒഴിവാക്കുക. റെഡ് മീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടൻ, താറാവ്, അതുപോലെ ബീഫ്, പോർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. കാരണം ഈ റെഡ് മീറ്റ് കൂടുതൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും സെൽസിൽ. അപ്പോൾ അതും ഫാറ്റി ലിവറിലോട്ട് നമ്മളെ നയിക്കും. നാലാമതായി ഉറക്കം നമ്മളെപ്പോഴും കറക്റ്റ് ടൈമിന് ഉറങ്ങുക. അതായത് ഒരു 6 hours അല്ലെങ്കിൽ 7 hours എന്നും കറക്റ്റ് സമയത്ത് ഉറങ്ങി കറക്റ്റ് സമയത്ത് എണീക്കുക. അങ്ങനെ ഒരു ശൈലിയിലോട്ട് പോവുക. അതുപോലെ പകലുറക്കം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇപ്പം നമ്മളെ കൂടുതൽ ആൾക്കാരും ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ഉച്ച ഉറക്കം, പകലുറക്കം, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. നാലാമതായി നമ്മൾ ഒഴിവാക്കേണ്ടത് പുകവലി, മദ്യപാനം, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇല്ലേ, ഇപ്പോൾ പെപ്സി, കോള, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ജ്യൂസ് കുടിക്കുന്നവരായിരിക്കും. ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ പോലും ഫ്രഷ് ജ്യൂസിൽ ഫൈബറിൻ്റെ അളവ് കുറവായിരിക്കും. അതുപോലെ തന്നെ അതിലപ്പോൾ ജ്യൂസ് ആക്കുന്ന സമയത്ത് ഫ്രക്ടോസിൻ്റെ അളവ് കൂടുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ ജ്യൂസ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കുക. അതും സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൂടുതലാക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളിലോട്ട് പോവുക. അടുത്തതായിട്ട് അൺസേഫ് ആയിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ. അതിലെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള രോഗങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യിക്കും. അപ്പോഴും നമുക്ക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവറിൽ എന്തെങ്കിലും ക്രോണിക് ഇൽനെസ് വരുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിവർ സെല്ലിന് ഡാമേജ് വരുമ്പോൾ. അപ്പോൾ ഈ ലിവർ സെല്ലിനെ ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ട് ഹെപ്പറ്റൈറ്റിസ് എ, ബി പോലുള്ള കണ്ടീഷൻസ് കാരണമാവുന്നുണ്ട്. ഇനി എന്തെല്ലാം ഭക്ഷണങ്ങളാണ് നമ്മളിതിൽ കഴിക്കേണ്ടത്? ധാരാളം ഇലക്കറികൾ കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം, ഫൈബ്രിൻ കണ്ടൻറ്റ് കൂടുതലുള്ള തരത്തിലുള്ള കുക്കുംബർ, സാലഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ചെറുമീനുകൾ, മത്തി പോലുള്ള മീനൊക്കെ കഴിക്കുന്നതും ഇതിൽ നല്ലതായിരിക്കും. പിന്നെ പ്രോബയോട്ടിക്സ്, ആൻറ്റി ഓക്സിഡൻസ്, അങ്ങനെയുള്ള ഭക്ഷണങ്ങളും നമുക്കിതിൽ ഉൾപ്പെടുത്താം. അതായത് ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈരൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പലർക്കും ഉള്ള സംശയമാണ് മുട്ട കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ മുട്ടയുടെ വൈറ്റ് നമുക്ക് എപ്പോഴും കഴിക്കാം. വീക്ക്ലി 1 or 2 ആയിട്ട് മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നതും നല്ലതാണ്. പിന്നെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഇൻടേക്കും വളരെയധികം ഗുണകരമായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഹോം റെമഡീസ് പരിചയപ്പെടാം. നമ്മളെ വീട്ടിലെല്ലായിടത്തും കിട്ടുന്നതാണ് ചെറുനാരങ്ങ. ഈ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ പിഴിയുക. എന്നിട്ട് അത് നമ്മൾ വെള്ളത്തിന് പകരമായിട്ട് നമ്മൾ മറ്റ് വെള്ളം കുടിക്കുന്നതിന് പകരം ദാഹം വരുമ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നമുക്കറിയാം നാരങ്ങയിൽ വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, ഇവിടെ ഗ്ലൂട്ടൻ്റെ സിന്തസിസ് നടക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കൊഴുപ്പുകൾ നീക്കം ചെയ്യാനും ഇത് വളരെയധികം സഹായിക്കും. രണ്ടാമതായിട്ട് നമുക്കറിയാം, നമ്മളെല്ലാവരും രാവിലെ നമ്മുടെ ഒരു ഡേ തുടങ്ങുന്നത് തന്നെ ഒരു ടീയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോഫിയിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. ടീയിലും അല്ലെങ്കിൽ കോഫിയിലൊക്കെയുള്ള ഈ കഫീൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിനെ വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതും നമുക്ക് എപ്പോഴും ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഈ ടീ അല്ലെങ്കിൽ
അതുപോലെ തന്നെ കോഫിയുടെ ഉപയോഗം. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് കാലത്ത് എണീറ്റ പാട് തന്നെ വെറുതെ ഒരു പ്ലെയിൻ വാട്ടർ അല്ലെങ്കിൽ സാധാ വെള്ളം നമ്മൾ കുടിക്കുക. അതിൻ്റെ ശേഷം മാത്രം എപ്പോഴും നമ്മൾ ബ്രഷ് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിലേക്ക് പോവുക. അതിനോടൊപ്പം തന്നെ വ്യായാമം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചായക്ക് പകരമായിട്ട് ഞാനിപ്പോൾ പറയുന്ന ഈ റെമഡി നമുക്ക് യൂസ് ചെയ്യാം. കറുകപ്പട്ട പൊടിച്ചത് അതിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ എടുക്കുക. എന്നിട്ടത് വെള്ളത്തിൽ നന്നായി തിളപ്പിക്കുക. 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിലൊരു ഗ്രീൻ ടീ ആവശ്യമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഗ്രീൻ ടീ ആഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഗ്രീൻ ടീയുടെ വെച്ചിട്ട് നമുക്കിതൊരു ടീ പോലെ ആക്കിയിട്ട് ഇളം ചൂടോടുകൂടെ കുടിക്കാവുന്നതാണ്. മൂന്നാമതായി ഇരട്ടി മധുരം. ഇരട്ടി മധുരത്തിൻ്റെ വേരാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അത് തിളപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അത് ലിവറിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ലിവറിൻ്റെ സെൽസുകളെ നോർമലാക്കാൻ സഹായിക്കും. നല്ല രീതിക്കുള്ള വ്യായാമം, അതായത് ശരീരം നല്ല വിയർത്ത് പോകുന്ന രീതിക്കുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതും വൈറ്റ് റൈസിൻ്റെ ഉപയോഗം പൂർണ്ണമായും കുറയ്ക്കുകയും അതുപോലെ തന്നെ റാഗി, ഓട്സ് പോലുള്ള ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക നമ്മുടെ ഡയറ്റിൽ. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രേഡ് 1 ഫാറ്റി ലിവർ, അതുപോലെ 2ൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, അതായത് തുടങ്ങിയിട്ടുള്ളൂ ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ടുപോകാൻ പറ്റും. അതോടൊപ്പം തന്നെ ആയുർവേദത്തിൽ ധാരാളം മെഡിക്കേഷൻസ് നമുക്ക് ഫാറ്റി ലിവറിന് വേണ്ടിയിട്ടുണ്ട്. യോഗാസ് ഉണ്ട്, യോഗാസനങ്ങളുണ്ട്, പ്രാണായാമം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാറ്റി ലിവറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രാത്രി ഭക്ഷണം. ഒരു 7-7:30 കൂടെ തന്നെ നമ്മൾ നമ്മുടെ ഡിന്നർ കഴിച്ച് തീർക്കുക. അതിലും ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഓട്സ്, അതുപോലെ സാലഡ്സ്, ഒണിയനൊക്കെ ഇട്ടിട്ടുള്ള സാലഡ്സ് ഉണ്ടാവില്ലേ, കുക്കുംബർ, അതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരു 6 മണിക്ക് 7 മണിക്കാണ് എണീക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ്, അതായത് എപ്പോഴാണോ എണീക്കുന്നത് എണീറ്റിട്ട് 1 അവർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 അവറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് നമ്മൾ കഴിച്ചിരിക്കണം. ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.